മോഹൻ ബഗാൻ ജോണി കൗക്കോ എന്ന് പറയുന്ന ഒരു താരത്തെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോയിൽ സംസാരിച്ചതാണ്. അപ്പം ആർക്ക് പകരമാകും എന്നുള്ളത് അവർ ചോദ്യചിഹ്നമായിരുന്നു. അതിൽ ബ്രണ്ടൻ ഹാമിലിൻ്റെ പേര് ഇപ്പോൾ അടുത്ത് കേട്ടിരുന്നു, കാരണം അദ്ദേഹം ഇഞ്ചേർഡ് ആണ് എന്നുള്ള തരത്തിൽ. മറ്റൊരു പേരായിരുന്നു ഹ്യൂഗോ ബോമസ് ആകാം, അല്ലെങ്കിൽ അർമാൻഡോ സാദിക്കോ ഒക്കെ ആകാം എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അത് ഏതാണ്ട് ഉറപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്നു. അത് മറ്റാരുമല്ല, ഹ്യൂഗോ ബോമസ് എന്ന് പറയുന്ന താരമാണ് മോഹൻ ബഗാൻ്റെ ക്ലബ്ബ് വിട്ട് പോകുന്നു. അല്ലെങ്കിൽ അവർ സ്ക്വാഡിൽ നിന്ന് ഇപ്പം ജോണി കൗക്കോ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കപ്പെടുന്നൊരു താരം ബോമസ് ആകുന്നു എന്നുള്ളതാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. മോഹൻ ബഗാൻ്റെ ഒരു 11 വരെ ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. അതിന് മുമ്പ് നമുക്ക് ബോമസിൻ്റെ കാര്യം എടുക്കാം. ബോമസ് നമുക്കറിയാമല്ലോ, ISL തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നൊരു താരം തന്നെയാണ്. അദ്ദേഹം ഗോവയിൽ കളിക്കുമ്പോൾ തീപ്പൊരി പ്രകടനമാണ് നടത്തിയത്. അതിനുശേഷം മുംബൈ സിറ്റി FC ഒരു മികച്ച സീസൺ ഉണ്ടായിരുന്നു. അവിടുന്ന് റെക്കോർഡ് ട്രാൻസ്ഫർ ഫീ ഒക്കെ ആയിരുന്നു അന്ന് കൊടുത്തിട്ടാണ് മോഹൻ ബഗാൻ താരത്തെ സ്വന്തമാക്കുന്നത്. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പം ലോങ് കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ട് താരത്തിന്. പക്ഷേ പെർഫോമൻസ് വൈസ്, ഇപ്പോൾ സ്റ്റാറ്റ് വൈസ് ഒക്കെ ആണെങ്കിലും അത്ര നല്ലതല്ല. ആകെപ്പാട് ഒരു ഗോൾ കോൺട്രിബ്യൂഷനോ മറ്റോ ഉള്ളൂ. പക്ഷേ അധികം മാച്ചസ് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ ഹബാസ് വരുന്ന സമയത്ത് അവിടെയാണ് ഇപ്പോൾ പുതിയൊരു കോച്ച് ഒരു ഇടയ്ക്ക് വെച്ചിട്ട് വരുന്ന സമയത്ത് അവിടെ ഒരു ചേഞ്ച് വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ചില താരങ്ങളെ ഉൾപ്പെടുത്തും. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ യുവാൻ ഫെറാണ്ടോ ഉണ്ടായിരുന്നപ്പോൾ ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡർ ഇല്ലായിരുന്നു. അനിരുദ്ധ് താപ്പയാണ് കളിച്ചിരുന്നത് സെൻട്രൽ മിഡ്ഫീൽഡ് റോളിൽ. അനിരുദ്ധ് താപ്പയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ഫോം ഒന്ന് ഡിപ്പായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ബോക്സ് ടു ബോക്സ് കളിക്കാൻ പറ്റുന്ന ജോണി കൗക്കോ. അദ്ദേഹം വേറെ പ്ലെയർ തന്നെയാണ്, പക്ഷേ ഇഞ്ചുറിക്കായിട്ട് പുറത്തായിരുന്നു. അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഒഴിവാക്കാൻ മറ്റു പല താരങ്ങളുണ്ടായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പം അറ്റാക്കിംഗ് മിഡിൽ പെട്രട്ടോസ് നല്ല ഫോമിൽ കളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒഴിവാക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. അദ്ദേഹം ഡിഫറെൻറ്റ് പൊസിഷൻസിലും കളിക്കും, വിങ്ങിലും കളിക്കും, സെക്കൻഡ് സ്ട്രൈക്കറും അറ്റാക്കിംഗ് മിഡ് വേണേൽ സെൻട്രൽ ഫോർവേഡായിട്ടും കളിക്കും. പിന്നെ സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ നമുക്കറിയാം കമ്മിൻസും അതുപോലെ അർമാൻഡോ സാദിക്കും ഉണ്ട്. അറ്റാക്കിംഗ് മിഡ് തന്നെ ഇന്ത്യൻ പ്ലെയറായിട്ട് കളിക്കുന്ന സഹലും നല്ല ഫോമിൽ തന്നെയാണ് കളിക്കുന്നത് എന്നുള്ള പറയാം. മറ്റ് താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ബോമസിൻ്റെ ഒരു സ്ഥാനം നഷ്ടപ്പെടുന്നത്. പിന്നെ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യം, ഇപ്പം പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല സാലറി ഒക്കെ കിട്ടും, അതുപോലെ മറ്റ് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു പ്ലെയേഴ്സിൻ്റെ കുത്തൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ജോണി കൗക്കോ ഒരു സെൻട്രൽ മിഡിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ സഹൽ അല്ലെങ്കിൽ താപ്പ, ഇവരിൽ ഒരു പ്ലെയേഴ്സിൻ്റെ ഒരു സ്ഥാനം ഒരു 11 എങ്ങനെയാകുമെന്നുള്ളത് സംശയമാണ്. മിക്കവാറും താപ്പയായിരിക്കും ഒരു അവസരം പോകാനുള്ള സാധ്യത. എങ്കിൽ തന്നെയും സഹലിനെ ചിലപ്പോൾ ഇനി ഒരു വിങ് റോളിലേക്ക് കളിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതുമൊക്കെയാണ്. ഇപ്പം അബ്ബാസ് ഒരു കൂടുതലും ഒരു 2 സെൻട്രൽ ഫോർവേഡ്സിനെയൊക്കെ വെച്ച് കളിപ്പിക്കുന്ന രീതിയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അപ്പം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന് അവിടെ റോള് വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യചിഹ്നങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിലും ഏത് തരത്തിലൊക്കെയാണ് ഇനി അബ്ബാസ് ജോണി കൗക്കോ കൂടി വരുമ്പോൾ സഹലിനെയോ അല്ലെങ്കിൽ താപ്പയൊക്കെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കി കാണണം. 2 സൂപ്പർ സൈനിങ് ആണ്, വലിയ തുക കൊടുത്ത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേയ്മെൻറ്റ് അല്ലെങ്കിൽ സാലറി ഉള്ള 2 താരങ്ങളാണ് താപ്പയും അല്ലെങ്കിൽ സഹലും എന്നുള്ളതാണ്. അപ്പം അവരുടെ ഒരു എന്ത് സിറ്റുവേഷൻ ആകും വരിക എന്നുള്ളത് നോക്കി കാണാം. കാരണം ദീപക് താങ്കരിയെ ഒഴിവാക്കാനുള്ള സാധ്യതയില്ല, കാരണം അദ്ദേഹം ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് മറ്റൊരു വിദേശി ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി ഹ്യൂഗോ ബോമസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റൊരു ക്ലബ്ബിലേക്ക് ഈ ഒരു സീസണിലൊരു കൂടുമാറ്റമൊക്കെ നടത്തുമോ എന്നുള്ളത് അറിയില്ല. ആരൊക്കെയോ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് പഞ്ചാബിലേക്കുള്ളത് എന്നുള്ളത്. ഐ ഡോണ്ട് നോ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇനി ഈ ഒരു അവസരത്തിൽ ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത്. കാരണം മ്യൂച്വൽ ടെർമിനേഷൻ നടത്തിയാൽ മാത്രം ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ സ്വന്തമാക്കാൻ സാധിക്കുള്ളൂ. അല്ലാണ്ടൊരു ട്രാൻസ്ഫർ ഫീ ഒന്നും ഇനി നടക്കില്ല. കാരണം അറിയാമല്ലോ, ജാലകം അടച്ചിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഒന്ന് കമ്പോസ് ചെയ്താൽ കഴിഞ്ഞ സനിയ.